അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രീസ് ആകാൻ വെച്ചിട്ടുള്ള ബ്രിക്സ് എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രിക്സ് എല്ലാം ഇവിടെ ഇരുന്ന് അങ്ങ് ഉറച്ചുപോയി. എന്നിരുന്നാലും അത് ഇളക്കിയെടുത്ത് നമ്മൾ ഇത് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വിനോദ് കിടന്നു നോക്കുവാണ് എത്ര നീളം വേണം നമ്മുടെ ഐസ് വീടിനെന്ന്. ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ തങ്കല്ല എങ്ങനെ സ്ലിപ്പ് ആവുന്നത് ഒന്നും പറഞ്ഞത് ആർക്കും മനസ്സിലാവത്തില്ല. നേരം നമ്മൾ തണുപ്പത്ത് നിൽക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഇവിടെ ഈ സൈഡെല്ലാം ഇങ്ങനെ ഒരുമാതിരി തണുപ്പ് അടിച്ചിട്ടുണ്ടല്ലോ, വഴങ്ങത്തില്ല, നാക്ക് ഇങ്ങനെ തിരിയാത്ത പോലെ ഇപ്പോ. ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, ബ്രിക്സ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്നലെ വെച്ച ബ്രിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല തണുപ്പാണ്. നമ്മൾ ഇറക്കിയില്ല, അവള് അവിടെ നിപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഫോയിൽ പ്ലേറ്റ്സ് ഒക്കെ കുറച്ച് ഡാമേജ് ആണ്, എല്ലാം ഒന്നും കറക്റ്റ് ഒന്നും അല്ല. എന്നാലും ഇപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതും ഇനി മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഓരോന്നും എടുക്കാനായിട്ട്. നമുക്ക് മാക്സിമം റീയൂസ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം. ഇതിനകത്ത് ഇനി വെള്ളം ഒഴിക്കണം, കളർ ആഡ് ചെയ്യണം, സെറ്റ് ആവണം. എത്രത്തോളം ബ്രിക്സ് വേണമെന്ന് ഇന്നലെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പം ഉണ്ടാക്കി വരുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങള് മാക്സിമം ബ്രിക്സ് ഉണ്ടാക്കി വെക്കാന്ന് കരുതുന്നത്. കാരണം ബ്രിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും പണി ചെയ്യാനായിട്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറെ സമയം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചെറിയ ഐഡിയാസ് ഒക്കെ ഉണ്ട് എങ്ങനെ ചെയ്യണം. പക്ഷെ എത്ര ബ്രിക്സ് വേണം എന്നുള്ള ഐഡിയാസ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇല്ല. ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പണിയാണ് ഈ ബ്രിക്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതൊരു വലിയ പണി തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഫിക്സ് ആവണം. കാരണം നമ്മള് പശയോ മറ്റൊന്നും വെച്ചിട്ടൊന്നും അല്ലല്ലോ ഇത് ഫിക്സ് ചെയ്യുന്നത്. അത് ഫിക്സ് ആയാൽ മാത്രമേ അതിന്റെ മുകളിൽ അടുത്ത് നമുക്ക് വെക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ള പലമാതിരി പ്രശ്നങ്ങളാണ്. എന്തായാലും നമുക്ക് ചെയ്തെടുക്കാന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങ് ചെയ്യുവാണ്. അപ്പം നമുക്ക് നോക്കാം, ശരിയായാലും ശരിയായില്ലേലും നമുക്ക് നോക്കാം. അപ്പൊ ഈ ബ്രിക്സ് ഇളക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് അടുക്കി വെക്കാന്നോ? അതെ, അടുക്കി ഇങ്ങനെ വെക്കാം. കാരണം ഇതിന്റെ മണ്ടയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ ഇനി ഇത് കണ്ടില്ലേ, ഇന്ന് രാവിലെ സ്നോ കുറച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലൊക്കെ ചെറിയ രീതിയിൽ സ്നോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബ്രിക്സിനൊക്കെ നല്ല കളർ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല കളർ ഉണ്ടെന്ന് തോന്നല്ലേ? അതെ, ഈ പ്രാവശ്യം നമ്മള് ഡബിൾ ആയിട്ട് ആഡ് ചെയ്ത് കളറല്ല, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്രിക്സ് ഒക്കെ. അപ്പം ഇത് റെഡി ആയി വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും, നല്ല കളർഫുൾ ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ബ്രിക്സ് ഓരോന്നായിട്ട് ഇളക്കി എടുത്ത് മാറ്റി വെക്കാം. അതെ, അപ്പൊ നമ്മൾ ബ്രിക്സ് ഉണ്ടാക്കാൻ നില ഒരുക്കിയതുപോലെ ഇപ്പൊ ഇതിന് നിരത്തി വെക്കാനും കൂടെ ഇവിടെ നിന്ന് ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഫോയിൽ പ്ലേറ്റ്സിൽ നിന്നും ബ്രിക്സ് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാം. ഞങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഏവക്കൂട്ടം തന്നെ ഡ്രസ്സ് എല്ലാം എടുത്തിട്ട് എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട്, എല്ലാം വെളിയിൽ കിടക്കുക. പക്ഷെ പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട്, വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർമാന്റെ ആരാണ്ടാണ്. വെളിയിലിട്ടോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ഇവിടോട്ടാണ് ഓരോന്ന് ബ്രിക്സ് നീക്കി വെക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അടത്തി നമ്മൾ എടുക്കും. എന്നിട്ട് തിരിച്ച് ഫോയിൽ പ്ലേറ്റ്സ് ഇവിടെ തന്നെ വെക്കും. എന്നിട്ട് ബ്രിക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചപ്പോൾ ഇതേപോലെ ഷേപ്പ് വന്നില്ല, അതെന്താന്ന് എനിക്കറിയില്ല. എന്നാ നോക്ക്, ഇവിടെ ബ്രിക്കിന്റെ ഷേപ്പ് വന്നിരുന്നു കേട്ടോ. കാരണം അവിടെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു ഒരുപാട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മറ്റേതിനകത്തൊന്നും ഒരു തുള്ളി പോലും ലീക്ക് ഇല്ലായിരുന്നു, എല്ലാം നല്ല പ്ലേറ്റ്സ് ആയിരുന്നു. ചിലപ്പോൾ ലീക്ക് ഉള്ളതുകൊണ്ട് ആ വെള്ളം അവിടെ വീണിട്ട് അവിടെ ഇരുന്നിട്ട് ആ ഷേപ്പ് ആയതാണ്. ചിലതൊക്കെ ലീക്ക് ഉണ്ടോ? പലത് എന്തിയാണ് വെറുതെ ഇരിക്കുകയാണ്. ശരി, ഓക്കെ, നമുക്ക് ബ്രിക്സ് എടുക്കാം. ഓക്കെ, അപ്പൊ വിനോദാണെന്നെ മുട്ട് കുത്തിയിരിക്കാനായിട്ട് അതില് പ്രത്യേക ഇതൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തണുക്കോ. അതെ, അപ്പൊ ഇതിങ്ങനെ അടത്തി എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളത്തി കൊടുത്തിട്ട് കമത്തി. ഓഹോ, അച്ഛൻ തന്നെ എല്ലാം കീറി പറിച്ചെടുത്തു. ഓൾറെഡി കണ്ടോ? അതെ, കണ്ടോ, ഇതാണ് നമ്മളിനി റീസ് ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്ന സാധനം. പതിയെ താഴെ ഇടല്ലേ, പതിയെ വെക്ക്. അങ്ങനെ ഇനിയും തരാം. കമത്തിയിട്ടൊന്ന് ഒരു തട്ട് ഇങ്ങനെ കൊടുക്കോ, അങ്ങനെ വല്ലതും ചെയ്തിട്ട് പൊക്കിയാ മതി. ചില ഭാഗത്തത് ഇങ്ങനെ അതാ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ബാലവേല ചെയ്യിക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ പേര് ഫണ്ണി ആയിട്ടും പിന്നെ കുറേ പേര് സീരിയസ് ആയിട്ടും ഒക്കെ നമുക്കിങ്ങനെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ബഹുജനം പല വിധം എന്നാണല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് പല രീതിയിലായിരിക്കും. അപ്പം നമ്മുടെ ഒരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏവമോൾ എത്രത്തോളം ഇൻട്രസ്റ്റോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഞങ്ങളെക്കാട്ട് കൂടുതൽ ആസ്വദിച്ചാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവിടെ പ്രായം അതാണ്. അതെ, ഹേവക്കുട്ടൻ
ചേട്ടനാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിക്സ് ഒക്കെ കൊണ്ടുവെക്കാം. കണ്ടോ, ഇങ്ങോട്ട് നിരത്തി ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആകാറുണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഏവമോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ ഒരു ഐസ് വീട് പ്ലാൻ ചെയ്ത് തന്നെ അവളോടൊപ്പം മാക്സിമം ടൈം പുറത്ത് ചെലവഴിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്രയും ഇരുട്ടും തണുപ്പും നിറഞ്ഞ ഈ ഒരു രാജ്യത്ത് വിന്ററിൽ നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അത് ഞങ്ങൾ 3 പേരും നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കൊള്ളാല്ലേ, പോപ്പിൻസ് മുട്ടായിരിക്കുന്ന പോലെ ഉണ്ട്. എടുത്തോണ്ട് പോയതൊക്കെ ഒക്കെ എടുത്തോണ്ട് പോകും. ആക്ച്വലി പലതിനും പ്രശ്നമുണ്ടല്ലേ. എല്ലാത്തിനും പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. മാക്സിമം നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ ചിലതൊക്കെ താഴെയിട്ട് പൊട്ടിക്കല്ലേ, പതിയെ വെക്കണം കേട്ടോ. നമ്മുടെ വാതിക്കൽ ഇത്രത്തോളം ആയിട്ടുണ്ട് ബ്രിക്സ് എല്ലാം. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ കമത്തുവാണ് ചെയ്യുന്നത്. അവിടെ വെച്ചെടുത്ത് മാറ്റി വെച്ചിട്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കമത്തുവാ, അതാ കുറച്ചുകൂടെ എളുപ്പം. അവിടെ നിങ്ങൾ പറഞ്ഞത് വ്യക്തമായിട്ടില്ല. അതായത് നമ്മൾ അവിടെ തന്നെ ഇളക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അപ്പൊ നമ്മൾ നേരിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കമത്തി അങ്ങ് ഇളക്കുക. ഇതെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ബുദ്ധി തോന്നിയത് എനിക്ക് തന്നെ, കുറച്ച് താമസിച്ചാണെന്ന് തോന്നിയത് എനിക്കാണേ. ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ തങ്കല്ല എങ്ങനെ സ്ലിപ്പ് ആവുന്നത് ഒന്നും പറഞ്ഞത് ആർക്കും മനസ്സിലാവത്തില്ല. നിങ്ങൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ തണുപ്പത്ത് നിൽക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഈ സൈഡെല്ലാം ഇങ്ങനെ ഒരുമാതിരി തണുപ്പ് അടിച്ചിട്ടുണ്ടല്ലോ, വഴങ്ങത്തില്ല, നാക്ക് ഇങ്ങനെ തിരിയാത്ത പോലെ. ഇപ്പൊ ഒരാൾക്ക് പക്ഷെ ഒരു കുഴപ്പമില്ല. എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുമെന്നാ പറയുന്നത്? റോക്കാണോ? ഓക്കെ, വേഗം ആട്ടെ. ഇത് കണ്ടോ, അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഇതാ അപ്പുറം ഇപ്പുറം ഒന്ന് വിടുവിച്ച് കൊടുക്കും. അതെ, കണ്ടോ, അവിടോട്ട് വെച്ചിട്ട് അങ്ങ് കമത്ത്. അങ്ങനെ എന്താ കണ്ടോ, ഇത്രത്തോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിറയ്ക്കാം. എന്തോ പൊന്നാ, ഫുഡാണോ? ഹാവ്, അടിപൊളിയാണല്ലോ. കളാവോ, സൂപ്പറാണോ? ഓക്കെ, അവിടെ കൊണ്ട് കായത്തി പിന്നെ കഴിക്കാം. ഇപ്പൊ ചൂടാ, സ്നോ അല്ലേ. നല്ല പരിപാടിയാണേ. വരിക, കുത്തിയിരിക്കുക എഴുന്നേക്കുക, കുത്തിയിരിക്കുക എഴുന്നേക്കുക, ഇത് തന്നെ പണി. അച്ഛ ഫുഡ് ഇതേ കഴിക്കുകയും വേണം. അതുകൊണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും, ഭക്ഷണം റെഡി ആവുന്നു. ചൂട് സ്നോ. തണുക്കട്ടെ, തണുത്തിട്ട് കഴിക്കാം, നല്ലോണം തണുക്കട്ടെ. എന്താ വേണം ഇനി? ഇതാ കണ്ടോ, ഇതിങ്ങനെ അടുക്കി വെച്ചേക്ക് വന്നിട്ട് നല്ല പോപ്പിൻസ് മുട്ടായി ഒക്കെ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ കണ്ടിട്ട്? നല്ല കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഡബിൾ കളർ യൂസ് ചെയ്തതാണ് ഇത്രയും നല്ല കളർ കിട്ടിയത്. അപ്പോൾ വിനോദാണ് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ബ്രിക്സ് ആയിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതിൽ പലത് ലീക്കായി പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേയൊക്കെ പൊട്ടിപ്പോയി. ഏവമോൾ എടുത്ത സമയത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1-2 ബ്രിക്കൊക്കെ ഏവമോൾ എടുക്കുമ്പോൾ താഴെ വീണ് പൊട്ടിയെന്ന് കരുതി നമ്മൾ അവളോട് പറയത്തില്ല, മോളെ അത് എടുക്കരുതല്ലേ, അതങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളിത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവൾ പറഞ്ഞാൽ എടുക്കുമ്പോൾ അത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവളോട് പറഞ്ഞു കൊടുക്കും, പിന്നെ അങ്ങനെ അല്ല ചെയ്യേണ്ട, ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വിഷമമാവും. ഇപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെ വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ ഒക്കെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുവാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ചും വിദേശത്തൊന്നും കുട്ടികളെയൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവരെ എൻകറേജ് ചെയ്യാറാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയായി തന്നെ പരിഗണിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പം നമ്മുടെ ഏവക്കുട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റിലെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ വന്ന് ജഡ്ജ് ചെയ്യുന്നവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതെ, കുറേ ബ്രിക്സ് ആയിട്ടുണ്ട്. നമ്മളിനി അടുത്ത ബ്രിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുവാണ്. അതെ, 2ാം ഘട്ടം. ഇപ്രാവശ്യം നമുക്കുണ്ടല്ലോ കളർസ് കുറവാണ്. അതെ, ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ ഡബിൾ ആയിട്ട് യൂസ് ചെയ്തു, അതാണ് പ്രശ്നമായത്. ഇന്നലെ നമ്മൾ വാങ്ങിയ എല്ലാ കളർ യൂസ് ചെയ്തു, ഇനി വളരെ കുറവേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതെ, ഏവയാണെന്നുണ്ടെങ്കിൽ അച്ഛേ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. സൂപ്പർവൈസറാ.
ഏവക്കൂട്ടനാണ് മിക്സ് ചെയ്യുന്നത്. ഏവക്കൂട്ടൻ സഹായിക്കാനില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഈ ഊണിന് ഇങ്ങനെ ഇല വിളമ്പുന്ന പോലെ എല്ലാം അടുക്കി അടുക്കി വെക്കുക അല്ലേ? അതെ. ആക്ച്വലി എല്ലാം ഒന്നും ഡാമേജ് ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇതിനൊന്നും ലീക്ക് അങ്ങനെ കാണിക്കുന്നില്ല. ചിലതിനൊക്കെ ഉണ്ട്, വളരെ കുറവാ അല്ലേ? ഏവമോളാണെങ്കിൽ അകത്ത് കയറി. ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കും, അവൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ അവളെ അകത്ത് കയറ്റും. അവൾക്ക് പക്ഷെ അകത്ത് കയറുന്ന ഇഷ്ടമേ അല്ല. കാരണം അവൾക്ക് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്ന് കളിക്കണം. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കയ്യിലും കാലിൻ്റെ വിരലിലും ഒക്കെ ഉണ്ടല്ലോ തണുപ്പടിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് വാമായി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാം. ഇനി നമ്മൾ അടുത്തത് റെഡ് കളറാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ പഴയ യൂസ് ചെയ്ത് തന്നെ വെക്കുന്നത്. കാരണം ഇതിന്റെ ഈ അടിഭാഗത്തുണ്ടല്ലോ കളർ വന്നിങ്ങനെ അടിഞ്ഞു കൂടും. അതെ, അപ്പൊ നമ്മൾക്ക് വേറെ കളർ ആഡ് ചെയ്യുമ്പോ അതിന് ബ്രിക്സിന് വേറൊരു കളറായി. അതെ, നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ഡ്രസ് ഇട്ടേ പോണ്ട് കേട്ടോ. ഞാൻ എന്നെ കണ്ടോ തീർത്തിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ഏകദേശം ഒരു 3 പാന്റ് ഇട്ടിട്ടുണ്ട്. 3 പാന്റ്. ഇതാണെങ്കിൽ അകത്ത് നല്ല കമ്പിളിയുള്ള ഡ്രസ്സാണ്, മനസ്സിലായോ? അപ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനകത്ത് നമ്മള് വേറെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടേപ്പുണ്ട്. ടോട്ടല് 3 ലെയർ ഇട്ടേപ്പുണ്ട് ശാരി. ഞാനും ആണെങ്കിൽ ഏകദേശം ഇട്ടേപ്പുണ്ട്. പിന്നെ എന്റെ മുട്ടിൽ ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ മുട്ട് കുത്തിയിരിക്കുമ്പോഴത്തേക്ക് വേദന എടുക്കത്തില്ല, തണുപ്പും അടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചേക്കണേ. പലരും ചോദിക്കാറുണ്ട് ചേച്ചി എന്താ സ്റ്റൈലിഷ് ആവാത്തെന്ന്. ഈ വെതറിൽ എന്തോ സ്റ്റൈലിഷ്. അതെ, ഇവിടുത്തെ വെതറിൽ സ്റ്റൈലിഷ് ആകാന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, സമ്മറിലാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം. 1-2 മാസം, 2 മാസം അല്ലേ, 2 മാസം, അതായത് ജൂൺ ജൂലൈ മാക്സിമം ഓഗസ്റ്റും കൂടി ഇടാൻ പറ്റും ഇഷ്ടമുള്ള ഡ്രസ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. നല്ല ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന്റെ മുകളിൽ എന്തെങ്കിലും ചെറിയൊരു ജാക്കറ്റോ കാര്യങ്ങളോ ഒക്കെ വേണം. ഇപ്പൊ വിന്റർ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. എന്താ ചില ഇതൊക്കെ കണ്ടോ, ചില കണ്ടെയ്നറുകളൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്, ചളുക്കമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ബാക്കിയും കൂടെ നിറയ്ക്കാം. എന്താ, ഞാൻ പൈപ്പ് ഓണാക്കട്ടെ എന്നാ. അപ്പൊ ഗ്രീൻ നമ്മൾ വെച്ചു, ഇനി അടുത്തത് റെഡ്. അപ്പൊ റെഡ് എല്ലാം നിരത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഷോർട്സ് കാണുമ്പോഴോ കരുതും ഇതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാർഡ് വർക്കാണ്. അപ്പൊ ഈ ഒരു കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണുമ്പോൾ ഒരുപാട് സന്തോഷം ആവാറുണ്ടല്ലോ. കാരണം നമ്മുടെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണ് ഇഗ്ലൂ ഉണ്ടാക്കുന്നില്ലേ. അപ്പൊ ഞങ്ങള് ഇപ്രാവശ്യം ഉണ്ടാക്കണ്ടെന്നൊക്കെ കരുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഉണ്ടാക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വെതർ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നമ്മളെല്ലാരും ഇഗ്ലൂ കപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ എല്ലാരും നമ്മുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതാണ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മാക്സിമം എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് ഇതൊരു ഈസിയാണ്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇച്ചിരി നേരം കൊണ്ട് ചെയ്യാൻ പറ്റും. അതെ, എന്തായാലും ഞാൻ റെഡ് കളർ ഇനി ഒഴിക്കട്ടെ. അതെ, ഒഴിച്ചോ. നല്ല രസമുണ്ട് കാണാൻ, കുങ്കുമം കലക്കിയ പോലെ. നോണ്ടേ ജനലിലെടുത്ത് പോണ്ട ഒരാള്. ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്. ഫിസിക്കലി ഹാർഡ് വർക്കാണ്. അതെ, കാരണം ഇത്രയും ബ്രിക്സ് നിരത്തണം, അതെല്ലാം ഫ്രീസ് ആക്കണം, അടുക്കി മാറ്റണം. അത് ഈ തണുപ്പത്ത് ശരിക്കും ഫിസിക്കലി നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ റിസൾട്ട് ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും അല്ല റിയൽ ആയിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ കിട്ടുന്നത്, അല്ലേ? അതാണ്. അതിപ്പോ എന്ത് ചെയ്താലും നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുക പറഞ്ഞത് ഭയങ്കര സന്തോഷമാണ്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓരോരോ ആക്ടിവിറ്റിയാണ്. എവിടെ വേണമെങ്കിലും പോകാം, കല്യാണം, അത് ഇത് വിരവസ്തോലി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിരിക്കും ഓരോരുത്ത് പോകാനായിട്ട്. ശാരി വരുമോ പൊന്നാ? പക്ഷേ ഇവിടെയൊക്കെ എന്താ പറയുന്നത്, വിന്റർ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. നല്ല തണുപ്പാണ്, അതുമായിട്ട് എന്താണ് നമ്മുടെ ബോഡി നല്ലതായിട്ട് അങ്ങ് ഇണങ്ങും. നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളിത് ശരിക്കും ചെയ്യുന്നത്. ശരിക്കും ഏവയ്ക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഏവ ഒരുപാട് സമയം വെളിയിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇതിലും തണുപ്പിലൊക്കെ ഏവ കടന്ന് ഉറങ്ങിയിട്ടുണ്ട്, വെളിയിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഡേ കെയറിൽ പോയി കഴിഞ്ഞാൽ കളിക്കും. പക്ഷെ ഞങ്ങൾ അത്രയും നേരം ഒന്നും വെളിയിലൊന്നും നിക്കത്തില്ല. ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഇത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വെളിയിൽ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തണുപ്പ് തോന്നുമെങ്കിലും നമ്മുടെ ബോഡി ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും, ആക്റ്റീവ് ആയിട്ടിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് തണുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ തണുക്കും, കാല് തണുക്കും, നമ്മുടെ ഈ കാലിന്റെ വിരലുകളുണ്ട് അതെ, അവിടെ വാർമർ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട്.
കണ്ടോ റെഡ് കളർ കണ്ടോ, നല്ല അടിപൊളി കളർ. ബീട്രൂട്ട് കളർ. ബീട്രൂട്ട് ആണോ? അതെ, ബീട്രൂട്ട് കളർ. അപ്പോൾ അതെ ബ്ലൂ കളർ. അതെ, നമ്മൾ കണ്ടെയ്നർ ബാക്കി എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. യെല്ലോ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പം നമ്മളതിൽ പ്ലെയിൻ വാട്ടറും ഒഴിക്കാൻ എന്നാ കരുതുന്നത്. വളരെ കുറവാണ്, പക്ഷേ ഇനി വാങ്ങിക്കണം നമുക്ക്. അടുത്ത ട്രിപ്പിൽ നമുക്ക് റെഡിയാക്കാം. എന്തായാലും നമുക്ക് യെല്ലോ കളർ അല്ല ബ്ലൂ 2 ബോട്ടിൽ. അതെ, നീല വെള്ളം. ആ, അപ്പോൾ ഇനി കലക്കി വെച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബ്ലൂവും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് റെഡി ആയിട്ടിരിക്കുന്ന ബ്രിക്സ്, ഇപ്പുറത്ത് റെഡി ആവാൻ പോകുന്ന ബ്രിക്സ്. കൈയൊക്കെ കണ്ടോ മരവിച്ച്. എത്ര വട്ടം കുനിയണം നീ വരണം അല്ലേ, ഏത്ത വിടുന്ന പോലെ. ഓൾറെഡി ഇതായി തുടങ്ങി കണ്ടോ ദേ. അപ്പം ഇനി ഫൈനലി നമ്മൾ ബാക്കിയുള്ളത് പ്ലെയിൻ വാട്ടർ നിറയ്ക്കുവാണ്. ഇപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ചിലതൊക്കെ ഉണ്ട്, നമ്മൾ റിപ്പയർ ചെയ്തില്ലേ, അതിൽ നമ്മളൊന്നുകൂടെ ഒഴിച്ച് നോക്കുക. അപ്പം നമുക്ക് എന്തായാലും വൈറ്റ് ബ്രിക്സ് വേണമല്ലോ, അപ്പം അത് അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടല്ലേ. അതിൻ്റെയൊക്കെ മുകളിലൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി കണ്ടോ, അത് ആ ലെയറൊക്കെ കണ്ടോ, എല്ലാം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഏവക്കൂട്ടൻ്റെ അകത്ത് കയറി ഡ്രസ്സൊക്കെ ഊരിക്കൊണ്ടിരിക്കുവാണ്. അച്ഛ ഇപ്പോൾ വരും പൈപ്പൊക്കെ ഓഫാക്കിയിട്ട്. അല്ല പൊന്നാ, നാളെ ഞങ്ങൾ ഇഗ്ലു ഉണ്ടാക്കും അല്ലേ. നാളെ ഞങ്ങൾ ഇഗ്ലു ഉണ്ടാക്കും. കുഞ്ഞു ഉടുപ്പ് ഊരുക കണ്ടോ, ഗുഡ് ഗേളാ, തനിയെ ഇട്ട് തനിയെ ഊരുക. പിന്നല്ല, ഏവ ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാം. നമുക്കിന്ന് കഴിക്കാൻ പിസ്സയാണുള്ളത്, നമ്മൾ പിസ്സ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്നത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പിസ്സ വെച്ച് നമ്മളിത് കഴിച്ചിട്ട് ഉറങ്ങും അല്ലേ കേട്ടോ. അതെ, അപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാം വാതുക്കേന്ന്. എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. എല്ലാം നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതെ. ശരി, കൊണ്ട് നീക്കി നോക്കി, ഇതിനെ മണ്ടലോട്ട് അങ്ങനെ വന്ന് വീണാലോ, തെന്നി ഇല്ല. അപ്പോൾ അതെ എല്ലാം വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഉറച്ചിരിപ്പുണ്ട് ആ ഫോയിൽ പ്ലേസ്. ഇനി അത് മൈനസ് ആകുമ്പോഴത്തേക്ക്, പ്ലസ് ടെമ്പറേച്ചർ ആകുമ്പോഴേ ഇനി നമുക്ക് ഇതിനെ ഇളക്കി എടുക്കാനൊക്കത്തുള്ളൂ. അതതിൻ്റെ നല്ല ചൂടുവെള്ളം ഒഴിക്കണം. കണ്ടോ. അപ്പം സെക്കൻഡ് ഡേയിലെയും നമ്മുടെ പണികളെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ അടുക്കി വെച്ചേക്കുന്നു, ഇപ്പുറത്തതാ വെച്ചേക്കുന്നു, ഒഴിച്ചു വെച്ചേക്കുന്നു. അങ്ങനെ അപ്പുറം ഇപ്പുറം എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങള് പോവാണ്. ശരിക്കും തണുക്കാൻ തുടങ്ങിയത്. ഇനി വയ്യ സംസാരിക്കാൻ. എല്ലാവരും എന്റെ മുഖമൊക്കെ ചെറുതായിട്ട് ഫ്രീസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. ലൈറ്റ് ഓഫ് ആക്ക്. ഓക്കെ, നമ്മളിപ്പോ പിസ്സയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. എന്താ കഴിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് നാളെ കാണാം അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി വെച്ചിട്ടുള്ള ബ്രിക്സും എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ തന്നെ പരിപാടി അങ്ങ് തുടങ്ങാം. അപ്പം പണിയായുധങ്ങളൊക്കെ ആയിട്ട് ആശാൻ ഇറങ്ങിയിട്ടുണ്ട്. ആശാന് ശിഷ്യൻ എന്താ വരുന്നു. പക്ഷെ ഇതിപ്പോ നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കമത്തി വെച്ച എല്ലാ ബ്രിക്സും ഇങ്ങനെ ഒട്ടിപ്പോയേ സ്നോയുമായിട്ട്. അപ്പം ഇതിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അത് തന്നെ ഒരു ചടങ്ങാണ്. പക്ഷെ നമുക്ക് വെക്കാൻ സ്ഥലമില്ല, നമുക്കത് റീയൂസ് ചെയ്യണം, ബ്രിക്സ് ഉണ്ടാക്കണം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടങ്ങ് വെച്ചത്. ഇപ്പം ഇരട്ടി പണിയായിട്ടുണ്ട്. വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതാ. അതെ, ഓക്കെ ആണ്. നമ്മുടെ കുറച്ച് സമയം ഇങ്ങനെ ഇത് ഇളക്കിയെടുക്കാൻ പോകുന്നേ ഉള്ളൂ. യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആദ്യം നമുക്ക് കുറച്ച് എടുത്ത് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഫോയിൽ പ്ലേറ്റ്സിനകത്തിരിക്കുന്നതും കൂടെ കുറച്ചെടുത്ത് മാറ്റാം. അപ്പോൾ അതിലും നമുക്ക് വേറെ ബ്രിക്സിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയും കൂടെ ചെയ്യാമല്ലോ. കുറച്ചുകൂടെ വെക്കട്ടെ ഏവക്കൂട്ട, എന്നിട്ട് എടുത്തുകൊണ്ട് പോവാം. ഏവക്കൂട്ടൻ ഇവിടെ വലിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. ബ്രിക്സ് വെച്ച വണ്ടി വലിക്കാൻ ഏവക്കൂട്ടൻ റെഡി ആയിട്ട് നിൽക്കുക. ഇതിൽ നിന്നും കൂടെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒഴിച്ചൊഴിച്ച് വെക്കുകയും കൂടെ ചെയ്യാം.
ബ്രിക്സ് എത്രത്തോളം വേണ്ടി വരും ഒരു കൈയുമില്ല കണക്കുമില്ല. നിൽക്ക് അച്ഛ വെക്കട്ടെ. നമ്മൾ പണി ചെയ്യാൻ തുടങ്ങുന്ന എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും അല്ലേ? നല്ല വിൻഡാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുക. അപ്പം ആദ്യം തന്നെ നമ്മൾ ലെവലാക്കി കൊടുക്കുവാണ്. നിലമൊക്കെ ഒരേ ലെവലിലാവണമല്ലോ. അപ്പം നമ്മുടെ ഐസ് ഫീഡ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഭാഗമാണ് നമ്മളിപ്പം സ്ക്വയർ ആക്കി ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ വരച്ചിട്ടേക്കുന്നുണ്ടോ? ഇത്രയും വലുപ്പമായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുവാണ്. അപ്പം നമ്മളിത് സ്നോ കുഴയ്ക്കാനായിട്ട് വെള്ളം എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുവെള്ളമാണ്, അതിൽ നിന്ന് ആവിയൊക്കെ പറന്നു പോകുന്നുണ്ട്. പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ടേക്കുന്ന നല്ല ഫ്രഷ് സ്നോ ഉണ്ട്, അത് തന്നെ എടുക്കുക. ആദ്യം പിങ്ക് കളർ തന്നെ അതിനകത്ത് എടുത്തേക്കുന്നത്. റെഡ് ഇപ്പോൾ പിങ്കായി. ഫസ്റ്റ് ബ്രിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിങ്ക് കളർ. അങ്ങനെ 3 കളർ വെച്ചിട്ടുണ്ട്, പിങ്ക്, യെല്ലോ, ഗ്രീൻ. ഇനി അതാ നമ്മുടെ കയ്യിലുള്ള പിന്നെ ബ്ലൂവും വൈറ്റും അല്ലേ. അപ്പോൾ ഇഗ്ലൂ ഇതും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഗ്ലൂ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കെട്ടി പോകുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കുറഞ്ഞായിരുന്നു ബ്രിക്സിന്റെ എണ്ണം വരുന്നത്. പക്ഷേ ഈ ഐസ് ഫീഡ് പണിത് വരുമ്പോൾ ഇതിന്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് തന്നെ മുകളിൽ നമുക്ക് അത്രത്തോളം തന്നെ ബ്രിക്സും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. കാരണം നമ്മളിതിൽ മറ്റൊരു കാര്യവും യൂസ് ചെയ്യാൻ പോകുന്നില്ല. വെള്ളവും ഐസും സ്നോയും അല്ലാതെ മറ്റൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ മേൽക്കൂരയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും തന്നെ ബ്രിക്സ് നമുക്ക് വേണ്ടി വരും. ഇതേ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഏവക്കൂട്ടൻ ഇവിടെ നിന്ന് കളിക്കുവാണ്. ഫുഡ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്തെടുക്കുവാ ഏവക്കൂട്ടാ? ഏവ കളിക്കുവാ കേട്ടോ. അപ്പം നമ്മളിനി സൈഡിലോട്ടാണ് വെച്ച് പോകുന്നത്. ഇത് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഇഗ്ലൂവിനെക്കാട്ടിലും നല്ല വലിപ്പമുണ്ട്. ബേസ് ലെയർ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ മുകളിലോട്ടാണല്ലോ നമ്മൾ കെട്ടിപ്പൊക്കി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും. ഏവമോൾ അവിടെ നിന്ന് പറയുന്നത് ഏവ കളിക്കുവാന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നമ്മുടെ കൂടെ ഓരോന്നൊക്കെ ചെയ്യുന്നതല്ലാതെ പുള്ളിക്കാരി ജസ്റ്റ് വെളിയിൽ ഇങ്ങനെ ചില്ലായി എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അവൾക്ക് ഇത്രേ വേണ്ടുള്ളൂ, നമ്മൾ അവളോടൊപ്പം വെളിയിൽ സ്പെൻഡ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടാണേലും വേണ്ടിയില്ല. വെട്ടമൊന്നുമില്ലേ, ഒരുമാതിരി ഇങ്ങനെ മൂടി കിടക്കുവാണ്, ഫോഗി ആയിട്ട് ഇങ്ങനെ. ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഐസ് ഫീഡിന് എത്ര നീളം വേണമെന്ന് വിനോദ് ഒന്ന് കിടന്നു നോക്കുവാണ്. ഒരു 2 കൂടെ വെച്ചാൽ മതി, 2 3. കാരണം നമ്മൾ വീട് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ നീളമുള്ള ആൾ വിനോദാണ്. അപ്പം വിനോദിന്റെ നീളം അനുസരിച്ച് വേണമല്ലോ നമ്മളിത് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടിയാണ് വിനോദ് ഒന്ന് കിടന്നു നോക്കിയത്. അപ്പോൾ 2 ബ്രിക്സ് കൂടെ എക്സ്ട്രാ വേണം. അതും കൂടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നീളം ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. ശാരിയാണെങ്കിൽ ചാന്ത് തേച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചാന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോയാണ്. സ്നോയും വെള്ളം കൂടി കുഴച്ചത്. നാക്ക് കുഴയുന്നു. അപ്പൊ ഇതിന്റെ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇവിടെ എല്ലാം വെള്ളം സ്നോയുടെയും കളിയുള്ളൂ ഇതിനകത്ത് മൊത്തം. ഏമോളാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മുടെ വീടിന്റെ ഫൗണ്ടേഷൻ സെറ്റായി വരുന്നുണ്ട്. കൊള്ളാം, കാണാൻ ലുക്കുണ്ട്. പോപ്പിൻസ് മുട്ടായി പോലെ തന്നെ ഉണ്ട് അല്ലേ? ശരി. അതെ, നല്ല ഫ്രഷ് വെള്ളമാണ്. അതെ, എല്ലാം നല്ലതാ. കുറച്ച് വേണേ കടിച്ചു തിന്നെ വിശക്കുമ്പോ. അതെ. അപ്പം ഉൾഭാഗം നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. ട്രാക്ടർ ഇങ്ങോട്ട് നീക്കിയാ കേട്ടോ. കാറ്റടിച്ച് ഓരോന്ന് പറക്കുന്നതാ. അപ്പോൾ അതേ താഴത്തെ സെറ്റായി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇപ്പോൾ 2ാമത്തെ ലെയർ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. കാരണം തണുപ്പുണ്ട്, അപ്പോൾ ഇരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ വെച്ച് നോക്കാം. നമ്മൾ 2ാമത്തെ ലെയർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ വക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടിരിക്കുക ഫോയിൽ പ്ലേറ്റ്സിൻ്റെ ഷേപ്പിൽ. അപ്പം നമ്മളത് പൊട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഞാനിപ്പോൾ ഇതിനകത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പം കൂടുതലാണ് ഈ പ്രാവശ്യത്തേന്. കഴിഞ്ഞ പ്രാവശ്യം റൗണ്ടായിട്ട് പോയപ്പോഴത്തേക്ക് ഇത്ര വലിപ്പം ഇല്ലായിരുന്നു. അതെ, പ്രാവശ്യം കട്ടയ്ക്ക് വലിപ്പമുണ്ട്. പക്ഷെ എങ്ങനെയാവും എന്താവും എന്നൊക്കെ കണ്ടറിയണം. നമ്മുടെ നാട്ടില് വീട് പണിയുന്ന പോലെ ഇത് ലെവലിലൊന്നും പണിയാൻ പറ്റത്തില്ല കേട്ടോ. ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ,
ബ്രിക്സ് അങ്ങനെയാണ്, കുന്നും തട ഊന്തിയും പൊങ്ങി ലെവൽ എല്ലാം സ്നോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ. സമയം എന്ത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 12 മണിയായി. ഇത് കണ്ടില്ലേ? എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇച്ചിരി ഉണ്ടാക്കാൻ നോക്കി നിൽക്കും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. റെഡിയായി വരുമ്പോ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാനൊരു ആകാംക്ഷ. നല്ല രസമുണ്ടേ ഇപ്പൊ തന്നെ കാണാനായിട്ട്. ഇരുന്നും കിടന്നും നിരങ്ങിയൊക്കെയാ പണി ചെയ്യുന്നത് എല്ലാവരും. അതെ, ഏതൊക്കെ ഇഷ്ടമോ ഭയങ്കര. ഏവയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. ഏവയുടെ സന്തോഷം ഞങ്ങളെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലേ പൊന്നെ. നമ്മുടെ ഇഗ്ലൂന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രത്തോളം ആയിട്ടുണ്ടോ? നോക്കി നിന്ന് നമ്മൾ കുറേ സമയം കളയും. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ ഒരുപാട് പണി ബാക്കി കിടക്കുവാണ്. ഇങ്ങനെ കുത്തിയിരിക്കുമ്പോ മുട്ടുവേദന എടുക്കും കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ. പക്ഷെ ഇനി മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോ നമുക്ക് നിന്നോണ്ട് ചെയ്യാൻ പറ്റും. ഒരുമാതിരി മരവിപ്പ്. അതായത് ഐസ് ഉണ്ടല്ലോ, ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടി ഇവിടെ ഇങ്ങനെ നനഞ്ഞിരിക്കുവല്ലേ. ഐസ് ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ടല്ലോ, നമ്മുടെ മുട്ട ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരുമാതിരി ഒരു തരിപ്പ് പോലെ. വേദനയല്ല, ഒരുമാതിരി തരിപ്പുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഐസ് വെക്കുമ്പോ ഉള്ള ഇതുണ്ടല്ലോ, വേദനയല്ല, ഇങ്ങനെ വേറെ ഫീലിംഗ് ആണ്. എന്റെ കൈയെല്ലാം മരവിച്ചത്. വിനോദ് ദേവമോളും ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ ഗ്ലൗസ് ഊരി വെക്കുന്നുണ്ട്, ഇത്രയും കൈ ഇങ്ങനെ തണുക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പണി ഏകദേശം ഇങ്ങനെ ആയി വരുന്നു. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറേ സ്നോയൊക്കെ എടുത്ത് വാരി വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുവാന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കൊണ്ട് തരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ ബ്രിക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലൊക്കെ വെക്കുന്നുണ്ട്. ഇഗ്ലൂ ഉണ്ടാക്കുവാന്നൊക്കെയാണ് പറയുന്നത്. ആയി വരുന്നുണ്ട്, കൊള്ളാം അല്ലേ? ഇത് നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാം. പോപ്പിൻസ് ഹൗസ്. അതെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയർ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കണം. ഒരാൾ തന്നെ ചെയ്യുന്ന പണിയാണ്. വീഡിയോ എടുക്കാൻ പോകണം. പിന്നെ ഏവക്കുട്ടനുണ്ട്, അവളകത്ത് കയറിപ്പോയി. അപ്പോൾ കുഞ്ഞിനെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമുക്ക് ഭയങ്കര ലാഗാണ് വരുന്നത്. പിന്നെ ഇത് ഒട്ടണം തമ്മിൽ, പുറത്ത് ഇങ്ങനെ വെച്ച് പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാനും പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളാണ്. എന്നാലും ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചെയ്തിട്ട് ഒരു 100 വട്ടം നമ്മൾ നോക്കി നിൽക്കും. ഇതാ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കണ്ടോ ഐസാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഗ്ലൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളമാണ്, കാരണം സ്നോ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഐസാകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പകുതി കട്ട വെക്കേണ്ടി വരും ഇതിങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്ക്. അപ്പം കട്ട ഇങ്ങനെ മുറിച്ചെടുക്കണം. കറക്റ്റായിട്ട് പൊട്ടിക്കിട്ടാൻ വേണ്ടി വിനോദിൻ്റെ എന്തോ ടെക്നിക്കുകളൊക്കെയാണ്. എന്നാലും പറയാനൊക്കത്തില്ല. 50-50 ചാൻസ് ആണ്. ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ നടുക്കൂന്ന് ഇങ്ങനെ മുറിഞ്ഞു വരുമെന്നാണ് വിനോദ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കണ്ടോ, വാവ്. വിനോദ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്, ഇഗ്ലൂ മാസ്റ്റർ ആയിട്ടുണ്ട്. വേണ്ട, ഇന്നലെ തൊട്ടൊരു എലി തേരാപ്പാര ഓടി നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നീണ്ട മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ഐസ് വീടിന്റെ 2 ലെയറാണ് സെറ്റ് ആയിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 3 മണിയോട് അടുക്കാറായിട്ടുണ്ട്. നമ്മൾ പതിയെയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്കിനി വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട്. അപ്പം നമ്മളിത് അവിടെ അടുക്കി വെച്ചിരുന്ന ബ്രിക്സിൽ നിന്ന് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നിന്നും കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലിയായിട്ടുള്ളതിലൊക്കെ ഇനി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ച കളർ ബാക്കി ഉണ്ടായിരുന്നു, അത് ഇതിൽ ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി കുറച്ചിങ്ങനെ അല്ലാതെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ചേർക്കാമല്ലോ അല്ലേ? വെക്കുമ്പോൾ തന്നെ അങ്ങ് ബ്രിക്സ് ആകുമോ? അതൊന്നും നോക്കി, മുകളിലത്തെ ലെയർ ആയോ ഓൾറെഡി. ഭയങ്കര ഫാസ്റ്റാണ് റൈസ് ആവുന്നത്. അപ്പം നമ്മൾ ഇഗ്ലൂൻ്റെ പണി ഇത്രത്തോളം ചെയ്ത് വെച്ചിട്ട് അകത്ത് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതായത് കണ്ടോ, ഇരുട്ടായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അലോറ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഓ ഇങ്ങനെ അടിച്ചു കിടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കണ്ടോ. അയ്യോ എന്നാ ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ഒരേ ഫ്രെയിമിൽ നല്ല ഭംഗിയുള്ള 2 കാഴ്ചകൾ. എന്താ കണ്ടോ, ഏമോൾ അകത്തിരിക്കുവാണ്. അപ്പോൾ അവളിന്ന് അമ്മ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അകത്ത് നിന്ന്.
പുള്ളിക്കാരി ചിലപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വരുമായിരിക്കും. അതുകൊണ്ടോ ഈ ഒരു കാഴ്ച കാണാൻ എന്തോരം പൈസ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് തന്നെ ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം. വന്നിട്ട് നിരാശരായി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത് എപ്പോഴാണ് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റുക എന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ഫോർകാസ്റ്റിലൊക്കെ കാണിച്ചാലും, കാരണം ക്ലൗഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഇവിടെ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആ പുക പോയിട്ട് ക്യാമറയിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് അത്ര ബ്ലറായി പോകുന്നത്. നല്ല തണുപ്പുണ്ട്, കണ്ടില്ലേ? ഈ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് കാണാതെ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി മറിഞ്ഞ് ഇങ്ങനെ പോകുന്ന കാഴ്ച സൂപ്പറായിട്ടുണ്ടേ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്തായാലും എൻ്റെ. അങ്ങനെ ആരോരോ ലൈറ്റ്സിന് നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പോയി കിടക്കാം. രാവിലെ നമുക്ക് ഐസ് വീടിൻ്റെ പണി തുടരേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉള്ളായിരുന്നു വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഐസ് വീടിൻ്റെ പുതിയ വിശേഷങ്ങളും ബാക്കി പണികളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.